ധവളപത്രം കണ്ണാടിയാണോ എന്നാണ് ചോദ്യം. ഇത് കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യം തൽസ്ഥിതി റിപ്പോർട്ട് എന്ന ആമുഖത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ധവളപത്രങ്ങൾ തയ്യാറാക്കുന്നതിൽ ഇത് നടാടെയൊന്നുമല്ല, ഇത് അഞ്ചാമത്തേതാണ്. ഇത് 1987 ആദ്യം ഉണ്ടാക്കിയത്. അതിനുശേഷം 2001 ആന്റണി മന്ത്രിസഭയിൽ അധികാരത്തിലേക്ക് വരും, എ കെ ആന്റണി അധികാരത്തിലേക്ക് വരുമ്പോഴാണ്. അതിന് മുന്നത്തെ സർക്കാർ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി ട്രഷറി പൂട്ടിയ കാലത്തിന് ശേഷം വന്ന ഭരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണത്തിലേക്ക് വന്നപ്പോഴേക്കും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ അദ്ദേഹത്തിന് നടത്തേണ്ടതായി വന്നു. അത് വലിയ സമരങ്ങളിലേക്കൊക്കെ നയിച്ചു. അതായത് സർക്കാർ ശമ്പള പരിഷ്കരണം അടക്കം പിടിച്ചു വയ്ക്കുകയായിരുന്നു. വലിയ സമരങ്ങൾ അതിനുശേഷം ഉണ്ടായി. അപ്പോൾ എ കെ ആന്റണി ഈ സർക്കാർ അധികാരത്തിലേറും മുമ്പ് മുണ്ട് മുറുക്കിയെടുത്ത് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് പറഞ്ഞ വാചകവുമായി ചേർത്തുള്ള വിമർശനങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പിന്നീട് കാണുന്ന ധവളപത്രം എപ്പോഴാണ് 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വരുന്ന ധവളപത്രമാണ്. അത് ഡോക്ടർ തോമസ് ഐസക് പുറത്തിറക്കിയ ധവളപത്രമായിരുന്നു. ഇതിനിപ്പോൾ ധവളപത്രം എന്ന പേര് ഇട്ടിട്ടില്ല. ഇത് മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഇതിനെ ഒരു ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന വാചകം പറഞ്ഞതുകൊണ്ടാണ് ഇതൊരു കണ്ണാടിയാണ് എന്നുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിൽ ധനമന്ത്രി അടക്കം സഭയിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് വാർത്താ സമ്മേളനത്തിലോ പിന്നീട് നടത്തിയ വാർത്താക്കുറിപ്പിലോ ആ കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളത്. ഇതൊരു ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം നടന്നിരിക്കുന്നു, പുറത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നു, പുറത്തുള്ളവരെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നു, എന്തൊക്കെയോ രഹസ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു എന്ന മറ്റുള്ള പ്രതികരണം ആദ്യം നടത്തി. പക്ഷെ അങ്ങനെയല്ല. ഇത് ഏത് രൂപത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇത് ആദ്യം തന്നെ ഈ കഴിഞ്ഞ സർക്കാരിനെ അങ്ങോട്ട് വിമർശിച്ച് ഇല്ലാതാക്കി കളയാം എന്ന രൂപത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടല്ല എന്നതിൻ്റെ ആമുഖത്തിൽ പറയുന്നു. വിമർശന ബുദ്ധിയോടെ കഴിഞ്ഞ കാലത്തെ വീണ്ടും പരിശോധിക്കുക എന്നതല്ല ഈ റിപ്പോർട്ടിന്റെ ലക്ഷ്യമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. മറിച്ച് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികളെ വ്യക്തതയോടും വസ്തുനിഷ്ഠതയോടും കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇവിടെ ബാക്കിയിരിക്കുന്നത്? അതിൽ നിന്ന് തുടങ്ങണമല്ലോ. അപ്പോൾ അത് കൃത്യമായി എന്താണ് നമ്മുടെ ഖജനാവിലുള്ളത് എന്ന് വിശദമാക്കുകയാണ്. എങ്ങനെയായിരുന്നു ഈ 10 വർഷം ഏത് രൂപത്തിലാണ് സർക്കാരുകൾ പ്രവർത്തിച്ചിട്ടുള്ളത്, ഏതൊക്കെ മേഖലകളിലാണ് ഊന്നിയത്, മറിച്ച് ഞങ്ങൾ വരുമ്പോൾ ഇതിലാണ് ഊന്നുക എന്ന് വിശദീകരിക്കുന്ന രൂപത്തിലുള്ളതാണ്. ഇനി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളില്ല എന്ന് പറയുമ്പോൾ പലയിടങ്ങളിലായി കേന്ദ്രവിഹിതവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ആമുഖത്തിൽ തന്നെ പറയുന്നു, കേന്ദ്രവിഹിതത്തിലുണ്ടായ ക്രമാനുഗതമായ കുറവ് ഉൾപ്പെടെയുള്ള ഘടനാപരമായ കാരണങ്ങളാൽ കേരളം വിട്ടുമാറാത്ത സാമ്പത്തിക സമ്മർദ്ദം നേരിട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി ഈ റിപ്പോർട്ട് ഈ പറഞ്ഞ ഒരു പുറത്തേക്ക് കൊടുത്ത് ഒരു രഹസ്യം പുറത്തേക്ക് വിടുന്ന രൂപത്തിലല്ല. ഇത് ഈ കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ചിരിക്കുന്നത്, ഈ പ്രക്രിയയിലുടനീളം സുപ്രധാന പങ്കുവഹിക്കുകയും ചെയ്തിരിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്, ശ്രീ KR ജ്യോതിലാലാണ്. ഇതിൽ പ്രധാനമായും ഈ പഠനം തയ്യാറാക്കിയിരിക്കുന്നത് സാമ്പത്തിക വിദഗ്ധരാണ്. ആരൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ്റെ മുൻ ഡയറക്ടർ പ്രൊഫസർ D നാരായണയുണ്ട്. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് CDSൻ്റെ ഡയറക്ടർ പ്രൊഫസർ C വീരമണിയുണ്ട്. കേരള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് തങ്ങളുടെ ആഴത്തുള്ള വൈദഗ്ധ്യവും അറിവും പങ്കുവയ്ക്കുന്നവരാണ്. CDSലെ തന്നെ പ്രൊഫസർ M പരമേശ്വരൻ, ഗിഫ്റ്റിലെ ഡോക്ടർ കിരൺകുമാർ കാക്കർലപ്പുടി എന്നിവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ വിലപ്പെട്ട ഗവേഷണ വിശകലന പിന്തുണ നൽകി. ഇത് ചില സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് ആ സർക്കാരിന് അനുകൂലമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ സർക്കാരിന് വേണ്ടി തയ്യാറാക്കുന്ന റിപ്പോർട്ട് എന്ന രൂപത്തിലല്ല. എന്താണ് ധനസ്ഥിതി, എന്താണ് അടുത്തതായി ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു മാർഗരേഖയായിട്ടാണ് ഈ രൂപരേഖയെ മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഒന്നിലധികം ഭാഗത്ത് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, കിഫ്ബിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കിഫ്ബിക്കെതിരായിരുന്നു താൻ എന്നുള്ളതാണ്, കിഫ്ബി വിരുദ്ധനായിരുന്നു താൻ എന്നുള്ളതാണ്. അങ്ങനെ കിഫ്ബി വിരുദ്ധനായിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ കിഫ്ബി വിരുദ്ധനല്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ ധവളപത്രം എന്നുള്ളതാണ്. ഇതിൽ കിഫ്ബിയെ എങ്ങനെയാണ് മിസ്മാനേജ് ചെയ്തത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കിഫ്ബിയെ എങ്ങനെ സർക്കാരിൻ്റെ ഭാഗമാക്കാം, ഇതിൽ ബജറ്റിന് പുറത്തുനിന്ന് എന്നുള്ള രൂപത്തിൽ കിഫ്ബി തുടങ്ങിയെങ്കിലും അതങ്ങനെ പറ്റില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞ ശേഷം ആ രൂപത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അതൊരു പുറത്തു നിൽക്കുന്ന സംവിധാനമായി പ്രവർത്തിക്കുകയായിരുന്നാണ് വിശദീകരിക്കുന്നത്. നിലവിൽ കിഫ്ബിക്ക് ഏകദേശം 21,000 കോടി രൂപയുടെ വായ്പാ ബാധ്യതയുണ്ട്. ഇതിന്റെ തിരിച്ചടവ് ഭാരം സംസ്ഥാന സർക്കാരിന്റെ ചുമലിലാണ് എന്നുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. ഏകദേശം 35,000 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതികൾക്ക് ഇനിയും ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. കിഫ്ബിക്ക് തനതായ വരുമാന സ്രോതസ്സുകളില്ല എന്നും അതെടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ കടമായി കണക്കാക്കുമെന്നുള്ള CAGയുടെ വിലയിരുത്തൽ അർത്ഥമാക്കുന്നത് സംസ്ഥാനത്തിന്റെ വായ്പാ ശേഷിയെ പ്രതികൂലമായി ബാധിക്കാതെ ഒരു സ്വതന്ത്ര ഫണ്ട് ശേഖരണ ഏജൻസിയായി പ്രവർത്തിക്കാൻ കിഫ്ബിക്ക് കഴിയില്ല എന്നുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. ഇനി കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫണ്ട് അലോക്കേഷൻ നടന്നിട്ടുള്ളത്, പദ്ധതികളുടെ വിതരണത്തിലും മുൻഗണനാക്രമത്തിലും കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഗൗരവതരമായ സംശയങ്ങൾ ഉയർത്തുന്നു എന്നാണ് പറയുന്നത്. മൊത്തം അംഗീകരിച്ച തുകയുടെ 20%-ത്തിലധികവും അനുവദിച്ച ഫണ്ടിന്റെ
ഫണ്ടിന്റെ 19% ലഭിച്ചത് കണ്ണൂർ ജില്ലയ്ക്കാണ് എന്ന് പറയുമ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ ജില്ലയിലേക്ക് കൂടുതൽ കൊടുത്തോ, അവിടുത്തെ നേതാക്കൾക്ക് തൃപ്തികരമായ രൂപത്തിലേക്ക് ആ ജില്ലയിലേക്ക് കൂടുതൽ കൊടുത്തോ എന്ന സംശയം തോന്നാം. പിന്നീട് അടുത്ത ലൊക്കേഷൻ വരുന്നത് ഈ പറയുന്ന തലസ്ഥാനത്തേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ് 17%. എറണാകുളം ജില്ലയ്ക്ക് കൊടുക്കേണ്ടതാണല്ലോ, മെട്രോ സിറ്റിയാണ്, അത് 11%. ഇങ്ങനെ ചെല്ലുമ്പോൾ മൊത്തം ഫണ്ടിന്റെ പകുതിയോളം ഈ 3 ജില്ലകളിലായി ഒതുങ്ങുന്നു എന്ന കാര്യം കൂടി പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഈ പറയുന്ന SC/ST കുട്ടികൾക്കുള്ള ഫണ്ട് അടക്കം, അവർക്കുള്ള ഗ്രാന്റ് അടക്കം നിർത്തലാക്കിയ സാഹചര്യം ഉണ്ടായിട്ട് അത് നമ്മൾ പല വാർത്തകളായി റിപ്പോർട്ടുകളായി വന്നിട്ടുണ്ട്. എത്രയോ മാസങ്ങളായി ഗ്രാന്റ് കിട്ടാതെ കുറേ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ച കണക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഗ്രാന്റ് നൽകാതിരുന്നതിൻ്റെ കണക്കുകൾ അടക്കം ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന തത്വം, അത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കിഫ്ബിയുടെ കടങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ കടങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. കിഫ്ബി എന്നത് സർക്കാരിൻ്റെ പുറത്തുള്ള സംവിധാനമായി പ്രവർത്തിക്കില്ല, അത് സർക്കാരിൻ്റെ കടമായി മാറുന്നു. ഫണ്ട് സമാഹരണ ചെലവ് സർക്കാരിൻ്റെ നേരിട്ടുള്ള വായ്പാ നിരക്കിനേക്കാൾ കൂടുതലാണ് എന്ന കാര്യം കൂടി അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. വേറെയും കിഫ്ബിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വേറെ ഭാഗത്തും വരുന്നുണ്ട്. ഇനി പറയുന്ന ഒരു കാര്യം പൊതുമേഖലയുമായി ബന്ധപ്പെട്ടാണല്ലോ. പൊതുമേഖല ഒന്നാം വിഭാഗത്തിൽ നമ്മൾ കണ്ട ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ ഈ റിപ്പോർട്ടുകൾ പോകുന്നു എന്നുള്ളതാണ്. ഒന്നാം വിഭാഗത്തിൽ നമ്മൾ കണ്ടതുപോലെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനത്തിന് വികസനമായി കേരള സർക്കാർ വലിയ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ മികച്ച പ്രവർത്തനക്ഷമത സംസ്ഥാനത്തിന്റെ സാമ്പത്തികാരോഗ്യത്തിന് വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു. വലിയ നിക്ഷേപം നടത്തി എന്ന് പറയുമ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്തിയല്ല ആ ഘട്ടത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് പിന്നീട് പ്രവർത്തിച്ചു പോകുന്നത്? മുകളിലെ വിഭാഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനങ്ങളിലെ തുടർച്ചയായ നഷ്ടം അവയുടെ അറ്റമൂല്യത്തിൽ ഇടിവുണ്ടാകുന്നതിനും നിരന്തരമായ പണനഷ്ടത്തിനും കാരണമാകുകയും തങ്ങളുടെ പ്രവർത്തനത്തെ മുന്നോട്ട് പോകാനായി ബജറ്റ് വിഹിതത്തെ മാത്രം ആശ്രയിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു. ഇത് പല പബ്ലിക് യൂട്ടിലിറ്റി സ്ഥാപനങ്ങളുടെ മോശം പ്രകടനം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലുടനീളം വിപുലമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്ന വസ്തുത പറയുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മോശം സാമ്പത്തിക പ്രകടനം കാരണം ലാഭമായും സംസ്ഥാനത്തിൽ ലഭിച്ച വരുമാനം തികച്ചും നിസ്സാരമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രകടനം മോശമാകുമ്പോൾ ഈ പറഞ്ഞ സ്വകാര്യവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകാമോ എന്ന തരത്തിലുള്ള സൂചനകൾ അതിൽ വായിക്കാമെങ്കിലും അങ്ങനെ ഈ സർക്കാർ പോകുമോ? അതായത് ഇതിലെ മുഴുവൻ നിർദ്ദേശങ്ങളും അതേപടി നടപ്പാക്കിയല്ലോ സർക്കാർ ചെയ്യുക. ഇത് നിർദ്ദേശമായി വരുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച പോലെ ധനവകുപ്പ് അറിയാതെ ഫാക്ട് ചെക്ക് നടത്താതെ ഒരു റിപ്പോർട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്നു, അതങ്ങോട്ട് വായിക്കുന്നു എന്ന രൂപത്തിലല്ല. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ് അത് വായിക്കാതെ തന്നെ ആദ്യമായി രാഷ്ട്രീയ പ്രതികരണത്തിലേക്ക് കടന്നതെന്നുള്ളതാണ്. ഇത് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ആ യോഗത്തിൽ 5 ദിവസം നടന്ന ഈ കൂടിയാലോചനകളിൽ താൻ തന്നെ ദിവസം 3 മണിക്കൂറോളം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടേതായ ആശയങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് എന്ത് രൂപത്തിൽ പോകാൻ പോകുന്നു എന്നതിൻ്റെ സൂചന ഇതിലുണ്ട് എന്നുള്ളതാണ്. ഈ കേന്ദ്രവിഹിതവുമായി ബന്ധപ്പെട്ട 259 പേജിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചുരുങ്ങുന്ന കേന്ദ്രവിഹിതം എന്ന തലക്കെട്ടോടുകൂടി തന്നെയാണ് സംസ്ഥാനങ്ങളുമായി പങ്കിടാൻ ഭരണഘടനാപരമായി ബാധ്യതയുള്ള കേന്ദ്ര നിധി വരുമാനത്തിന്റെ വിഹിതത്തെയാണ് ഡിവിസിബിൾ പൂൾ എന്ന് വിളിക്കുന്നത്. ഭരണഘടനയുടെ 270 അനുച്ഛേദ പ്രകാരം കേന്ദ്രം പിരിക്കുന്ന സെസ്സുകളും സർചാർജുകളും ഈ പൂളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഈ പൂളിൽ നിന്നുള്ള സംസ്ഥാനങ്ങളുടെ ലംബമായ വിഹിതം തുടർച്ചയായി വന്ന ധനകാര്യ കമ്മീഷനുകൾ ഉയർത്തിയിട്ടുണ്ട്. പിന്നെ 13ാം ധനകാര്യ കമ്മീഷനിൽ കാര്യം പറയുന്നു, 16 വരെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. അപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഇനി ഒരു പ്രശ്നമാകാൻ സാധ്യതയുള്ള കാര്യം എന്നുള്ളത് ഈ പറയുന്ന സർക്കാർ ജീവനക്കാരുടെ പ്രായപരിധി 55 ഉയർത്തണം എന്നുള്ള ഒരു പ്രായപരിധി ഉയർത്തണം എന്നുള്ള കാര്യം. യഥാർത്ഥത്തിൽ നമ്മുടെ ആയുർദൈർഘ്യം കൂടുതലാണല്ലോ, 80 വയസ്സ് വരെയുണ്ട്. അപ്പോൾ 55ാമത്തെ വയസ്സിൽ തന്നെ ഒരാൾ റിട്ടയർ ആകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നീതികേട് എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. സാമൂഹ്യ നീതിയോട് ചേർന്ന് നിൽക്കുന്നതാണോ എന്നൊരു സംശയം അവിടെ ഉയരുകയാണ്. പല കാലങ്ങളിലായി പല ഘട്ടങ്ങളിലായി ഈ ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ യുവാക്കൾക്ക് എവിടെ ജോലി എന്ന ചോദ്യം ഉയരും. പക്ഷേ യുവാക്കൾക്ക് സർക്കാർ ജോലി എന്നതിനപ്പുറം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ കൂടി പരിശോധന വേണ്ടതുണ്ട്. ഇപ്പോൾ 80 വയസ്സിന് മുകളിൽ ജീവിക്കുന്നവരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ 55 വയസ്സ് എന്നുള്ളത് ഉയർത്തുകയാണ്. അങ്ങനെ ഉയർത്തണം എന്നൊരു നിർദ്ദേശം ഇതിൽ വരുന്നു. അങ്ങനെ ഉയർത്തുകയാണെങ്കിൽ ഉറപ്പായും ഇവിടെ യുവാക്കളുടെ സമരത്തിനൊക്കെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. പക്ഷേ ഇത് മാറ്റാൻ കഴിയും. എങ്ങനെയാ? സർക്കാർ സർവീസുകളിൽ തന്നെ പിൻവാതിൽ നിയമനം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ ശക്തമായ ഒരു രൂപത്തിൽ ഉയർന്ന ആരോപണമാണ്. എല്ലാ സർക്കാർ കാലത്തും ചെറിയ തോതിലൊക്കെ നടക്കാറുണ്ടെങ്കിൽ 10 വർഷം പിൻവാതിൽ നിയമനം എന്നുള്ള ഗുരുതരമായ ആരോപണമായിരുന്നു. ആ പിൻവാതിൽ നിയമനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. വേറെ ഒന്ന് കാര്യം കൂടി ചെയ്യാൻ സാധിക്കും. എയ്ഡഡ് സ്ഥാപനങ്ങളടക്കം PSC നിയമനം നടത്തണം. എയ്ഡഡ് സ്ഥാപനങ്ങളടക്കം PSC വഴി നിയമനം നടത്തിയാൽ ഈ പറയുന്ന സമുദായ സംഘടനകളോടുള്ള ഒരു കൃത്യമായ നിലപാട് കൂടി പറയലാവും. അതുകൂടി ചെയ്യേണ്ടതാണ്. കാരണം അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവർ നിയമനങ്ങൾക്ക് വലിയ രീതിയിൽ കോഴ വാങ്ങുന്നു, വലിയ തുക വാങ്ങിയിട്ടാണ് ആളുകൾക്ക് ജോലി നൽകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം അത് ഒഴിവാക്കാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ പറയുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടക്കണക്ക് എന്ന് പറയുമ്പോൾ 78,881 കോടിയാണ് 2024-25 ആകെ
നഷ്ടമായി പറയുന്നത്. അപ്പോൾ അവിടെ അവയ്ക്ക് പ്രൊഫഷണലായ ഒരു പൊളിച്ചെഴുത്ത് വേണമെന്നുള്ളതാണ്. ആ പൊളിച്ചെഴുത്ത് ഏത് രൂപത്തിലാകും എന്നുള്ളതാണ്. അത് പൂട്ടുക എന്ന അർത്ഥത്തിലാകരുത് എന്നുള്ളതാണ്. പൂട്ടും എന്ന് കരുതുന്നുമില്ല എന്നുള്ളതാണ്. KSRTC നഷ്ടത്തിലായി എന്ന് പറയുമ്പോൾ KSRTC ലാഭത്തിലാകുന്ന ഒരു ബിസിനസ്സായി കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് KSRTC ആ രൂപത്തിൽ തന്നെ ഒരു എന്താ പറയുക, ആളുകൾക്ക് സർവീസ് എന്ന രൂപത്തിൽ തന്നെ KSRTC കാണാനുണ്ട്. ആ നഷ്ടം എങ്ങനെ നികത്താനാകും എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെയാണല്ലോ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന കാര്യം വരുന്നത്. അപ്പോൾ അതിൽ കൂടി ഒരു സർക്കാരിൻ്റെതായ, അത് സർക്കാരിന് അറിയാമല്ലോ, സ്വാഭാവികമായും അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാകുമ്പോൾ അതിനെ മറികടക്കാൻ എന്ത് വേണമെന്നുള്ള അവർ ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഇന്ന് പോലും മുഖ്യമന്ത്രി പറയുന്ന, ഈ സർക്കാർ പറഞ്ഞിരുന്ന ഗ്യാരണ്ടികളുടെ കാര്യത്തിൽ അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. 15-ാം തീയതി മുതൽ വരാൻ പോകുന്നു എന്നുള്ള കാര്യം. ഒന്നാമത്തെ ഗ്യാരണ്ടി പകുതി നടപ്പാക്കി, ആശാവർക്കർമാരുടെ കാര്യം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഗ്യാരണ്ടി നടപ്പാക്കും. ഈ പറയുന്ന KSRTC നഷ്ടത്തിലാണെന്ന സത്യം ബോധ്യപ്പെട്ടതിൻ്റെ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് 15-ാം തീയതി ഈ പറയുന്ന ഗ്യാരണ്ടി നടപ്പാക്കുമെന്ന് പറയുന്നത്. അപ്പോൾ നഷ്ടത്തിലായത് പൂട്ടുക എന്നല്ല, ഇപ്പോൾ അതൊരു സ്വകാര്യവൽക്കരണം എന്ന രൂപത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഈ പറയുന്ന VD സതീശൻ അതിൽ നിന്നും മാറുകയാണോ എന്ന് സംശയിക്കേണ്ടി വരും. അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആലോചന ഈ 2 വർഷം മുൻപ് തന്നെ തുടങ്ങിയെന്ന് പറയുമ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും പഠിക്കുകയും കോൺക്ലേവുകൾ നടത്തുകയും ഡോക്യുമെന്റ്സ് തയ്യാറാക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് യാത്ര കൂടി നടന്നത്. അതിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെയും തുടർച്ചയാകാം നമുക്ക് കാണാൻ പോകുന്ന ബജറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇത് പൂർണ്ണമായും കഴിഞ്ഞ സർക്കാരിനെ കുറ്റപ്പെടുത്തി അങ്ങ് തകർക്കാമെന്നുള്ള രൂപത്തിൽ തയ്യാറാക്കിയ ഒരു തൽസ്ഥിതി റിപ്പോർട്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ തന്നെ കഴിഞ്ഞ സർക്കാരുകളുമായി ബന്ധപ്പെട്ടും നല്ല കാര്യങ്ങൾ കൂടി പൂർണ്ണമായും പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു വിമർശനം അതിലില്ല. പക്ഷേ സഭയിൽ നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം ഉണ്ടായിരുന്നു. അതിൽ ചില രാഷ്ട്രീയ മറുപടികളും ഉണ്ടായിരുന്നു. Meet the editors.